ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ടെലഗ്രാമിലൂടെ ഫ്രീ എയർ ഡ്രോപ്പ് ആയിട്ട് ലഭിക്കുന്ന ഡോഗ്സ് കോയിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഡോഗ്സ് കോയിന് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലെയിമിങ്ങിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വളരെ 1-2 സെക്കൻഡ് മാത്രം ഇതിൽ ചിലവഴിച്ചാലും മതിയാവും. ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അത് മാത്രമേ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയുള്ള ടെലഗ്രാം എയർ ഡ്രോപ്സ് പോലെ, ഉദാഹരണത്തിന് ആംസ്റ്റർ കോമ്പാറ്റോ ടാപ്സാപ്പോ പോലെ നമ്മൾ യാതൊരുവിധ രീതിയിലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യം ഇതിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഒരു എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ള കുറേ അധികം ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് 300 സോ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊജക്റ്റുകളുടെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് ടെലഗ്രാമിലും നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡോഗ്സിൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിങ് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിൽ ആരംഭിച്ചതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ശരിക്കും നോട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. ആ ഒരു ബിറ്റ്ഗെറ്റ് പ്രീ മാർക്കറ്റ് സെല്ലിൻ്റെ ആ ഒരു സെല്ലിങ് നടക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവിടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഒരു കാര്യം കാണാനായിട്ട് പറ്റും. ഈ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പാവൽ ദുരോവ് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്നാണ്. സോ ആരാണ് ഈ ഒരു പാവൽ എന്ന് പറയുന്ന വ്യക്തി? ഈ വ്യക്തിയാണ് നമ്മുടെ ടെലഗ്രാമിൻ്റെ CEO. തീർച്ചയായിട്ടും ബിറ്റ്ഗെറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ന്യൂസ് റിയൽ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇത് ക്ലെയിം ചെയ്യാനായിട്ട് വിട്ടു പോകരുത്. എസ്പെഷ്യലി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് ആംസ്റ്റർ കോമ്പാറ്റിലോ അല്ലെങ്കിൽ അതുപോലുള്ള ബാക്കിയുള്ള പ്രൊജക്റ്റുകളിലോ ചെയ്യുന്ന പോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. വെറും 1 മിനിറ്റിന് താഴെ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര ടോക്കൺ ഉണ്ടെന്ന് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഇനി ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു ടോക്കണിൻ്റെ മറ്റൊരു ബുള്ളിഷ് ആയിട്ടുള്ള ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ടോക്കൺ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് അടുത്തായിട്ട് സംസാരിക്കാം. നമ്മുടെ ഈ ഒരു ഡോഗ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടോക്കണിൻ്റെ കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് നമ്മുടെ ടെലഗ്രാമിലും അതുപോലെ തന്നെ ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്നുണ്ട്. ഞാൻ ആ ജസ്റ്റ് ഒരു കോൺട്രാക്റ്റ് അഡ്രസ്സ് എടുത്തിട്ട് ടോൺഡെസ് ബ്ലോക്ക് ചെയിൻ സ്കാനറിൽ എടുത്ത് അടിച്ചു നോക്കി. അപ്പം നമുക്ക് ഈ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്യുന്ന വാലറ്റുകൾ ഏതൊക്കെയാണെന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ടോക്കണിൻ്റെ 23% സപ്ലൈയും ബൈനാൻസ് ഹോട്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലറ്റിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് ഈ ഒരു ടോക്കണിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ ആണ്. ബൈനാൻസ് മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ബൈബിറ്റ്, ഒക്കെക്സ്, അതുപോലെ തന്നെ MEXC, അതുപോലെ തന്നെ ടോണിൻ്റെ തന്നെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള സ്റ്റോൺ ഫൈ തുടങ്ങിയ വാലറ്റുകളിൽ ഈ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു കോൺട്രാക്റ്റ് റിയൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് ഈ പറഞ്ഞ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റിംഗ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണെന്നല്ല, ഉറപ്പായിട്ടും ബൈനാൻസിൽ ലിസ്റ്റിംഗ് വരും. ബൈനാൻസ് ലിസ്റ്റിങ്ങിൽ വരുവാണെങ്കിൽ തന്നെ നമുക്ക് നോട്ട് കോയിനിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. വീണ്ടും പറയുന്നു, ഇത് തീർത്തും സ്പെക്കുലേഷൻ മാത്രമാണ്. ഇത് 100% വെരിഫൈഡ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. അതുപോലെ തന്നെ ഈ ഒരു ബൈനാൻസ് വാലറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഹോൾഡിംഗ് ആണ് ഉള്ളതെന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു വാലറ്റിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വളരെ വലിയ രീതിയിലേക്കുള്ള ടോക്കൺസ് ഹോൾഡിംഗ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ബൈനാൻസ് ഹോട്ട് വാലറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കോയിൻ ഏകദേശം $26 മില്യൺ വർത്തായിട്ടുള്ള നോട്ട് കോയിൻ ഈ ഒരു വാലറ്റിലുണ്ട്. അതുപോലെ തന്നെ $7 ലക്ഷം വർത്തായിട്ടുള്ള $US ഈ ഒരു വാലറ്റിനകത്തുണ്ട്. സോ ഈ ഒരു ടോക്കൺ ഹോൾഡിങ്ങിൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് ബൈനാൻസ് ഹോട്ട് വാലറ്റ് ആവാനുള്ള ഒരു ചാൻസ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ടും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു എയർ ഡ്രോപ്പ് മിസ്സാക്കരുത്. ഒരു പക്ഷേ അവർ പെട്ടെന്ന് തന്നെ ഇതിനകത്തുള്ള ഒരു എയർ ഡ്രോപ്പ് എൻഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമായിരിക്കും അത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഒരിക്കലും മറക്കാതെ ക്ലെയിം ചെയ്ത് നോക്കുക. ക്ലെയിമിങ്ങിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലാസ്റ്റ് 2 വീഡിയോകളും കാണുക. അതിൽ നമ്മൾ എങ്ങനെ ക്ലെയിം ചെയ്യണം, അതുപോലെ തന്നെ ക്ലെയിം എറർ എങ്ങനെ പരിഹരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.